വെൽക്കം ടു കിഡോ ഹെവൻ. ഹലോ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് മാത്സ് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എക്സാമിന് ഇതുപോലെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഇതുപോലെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നമ്മള് കൗണ്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടൂലേ, ആ നമ്പർ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ബോക്സിൽ എഴുതണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള പെൻസില് ഈ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. ഇവിടെ 21 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ എന്ത് എഴുതണം? 21 എങ്ങനെ എഴുതാ? 2 1. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ അറിയണം, നമ്പേഴ്സ് എഴുതാനും അറിയണം. ഓക്കെ, അടുത്തത് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇവിടെ 16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിൽ എന്ത് എഴുതണം? 16 എന്നെങ്ങനെ എഴുതും? 1 6 16. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് കൗണ്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക, പിന്നെ നമ്പേഴ്സ് എഴുതാനും പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യാനും പഠിച്ചു വെക്കുക, നമ്പേഴ്സ് എഴുതാനും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ കുറച്ച് നമ്പേഴ്സുകൾ കൊടുത്തിട്ട് അതില് ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും സർക്കിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? നമ്പേഴ്സ് കൊടുത്തിട്ട് അതില് ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും സർക്കിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്ക് ഈ നമ്പേഴ്സിന്റെ ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ 4 നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? 39 65 73 80. ഈ നമ്പേഴ്സില്, ഈ 4 നമ്പേഴ്സില് ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ്? 80. വെരി ഗുഡ്. അപ്പൊ 80 എന്ന നമ്പറിന് ഇതുപോലെ സർക്കിൾ വരയ്ക്കാം, ഒരു വട്ടം വരയ്ക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്യാം. 25 10 9 53. ഈ 4 നമ്പേഴ്സിലെ ബിഗ് നമ്പർ ഏതാണ്? വലിയ സംഖ്യ ഏതാണ്? 25 ആണോ? അല്ല, 53. ഇതിലെ ബിഗ്ഗസ്റ്റ് നമ്പർ 53 ആയതിനാൽ നമ്മൾ 53 നമ്പറിനെ സർക്കിൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്പേഴ്സുകൾ കൊടുത്തിട്ട് അതില് ബിഗ്ഗസ്റ്റ് നമ്പർ സർക്കിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് സ്മോളസ്റ്റ് നമ്പർ നോക്കാം. 18 6 12 3. ഈ 4 നമ്പേഴ്സിലെ സ്മോൾ നമ്പർ ഏതാണ്? ചെറിയ സംഖ്യ ഏതാണ്? ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 6 ആണോ? അല്ല, 6നേക്കാളും സ്മോൾ നമ്പർ ആണ് 3. അപ്പൊ നമ്മൾ 3 നമ്പർ സർക്കിൾ ചെയ്യാം. ഓക്കെ, അടുത്തത് 30 41 56 79. ഈ 4 നമ്പേഴ്സിലെ സ്മോൾ നമ്പർ ഏതാണ്? 41 ആണോ? അല്ല, 41നേക്കാളും സ്മോൾ നമ്പർ ആണ് ഏത്? 30. അപ്പൊ 30 എന്ന നമ്പർ സർക്കിൾ ചെയ്യാം. അപ്പൊ എക്സാമിന് ഇതുപോലെ നമ്പേഴ്സ് കൊടുത്തിട്ട് അതില് ബിഗ്ഗസ്റ്റ് നമ്പറും സർക്കിൾ ചെയ്യാൻ ചോദിക്കും, സ്മോളസ്റ്റ് നമ്പറും സർക്കിൾ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ എക്സാമിന് ഇതുപോലെ നമ്പർ നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. നമ്പർ നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ എഴുതാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 10. ഇവിടെ 10 എന്ന നമ്പർ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ എന്താ എഴുതണം?
10 എന്ന നമ്പർ എഴുതണം. 10 എന്ന നമ്പർ എങ്ങനെ എഴുതാ? 1 0 10. ഓക്കെ, അടുത്തത് 16 എന്ന നമ്പർ നെയിം ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ 16 എന്ന നമ്പർ ആണ് എഴുതേണ്ടത്. 16 എന്നെങ്ങനെ എഴുതാ? 1 6. ഓക്കെ, അടുത്തത് 20 എന്ന നമ്പർ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ 20 എന്ന നമ്പർ എഴുതി കൊടുക്കണം. 20 എന്നെങ്ങനെ എഴുതും? 2 0 20. ഓക്കെ, അടുത്തത് 1 എന്ന നമ്പർ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? 1. ഓക്കെ, അടുത്തത് 10. ഇവിടെ 10 എന്ന നമ്പർ നെയിം എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിൽ നമ്മൾ 10 എന്ന നമ്പർ എഴുതി കൊടുക്കണം. 10 എന്ന നമ്പർ എങ്ങനെ എഴുതും? 1 0 10. ഓക്കെ, അടുത്തത് 12 എന്ന നമ്പർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. 12 എങ്ങനെ എഴുതും? 1 2 12. ഓക്കെ, അപ്പോ ഇതുപോലെ നമ്പർ നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ എഴുതാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 20 വരെയുള്ള നമ്പേഴ്സ് നെയിംസും നമ്പേഴ്സും എഴുതാൻ പഠിച്ചിരിക്കുക. 1 to 20 വരെയുള്ള നമ്പേഴ്സ് നെയിംസിന്റെ നമ്പേഴ്സ് ആണ് എക്സാമിന് എഴുതാൻ ചോദിക്കാറ്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ഫിംഗർ അഡീഷനും പിക്ചർ അഡീഷനും എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ലേ? എന്നാൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ആദ്യം ഫിംഗർ അഡീഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3. അപ്പൊ നമ്മൾ ഈ താഴെ കാണുന്ന ബോക്സിൽ 3 എന്ന് എഴുതണം. ഓക്കെ, അടുത്തത് 1 2 3 4. അപ്പൊ ഈ താഴെ കാണുന്ന ബോക്സിൽ 4 എന്ന് എഴുതണം. ഓക്കെ, ഇപ്പോ 3 + 4 നമുക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കിയാലോ? 1 2 3 4 5 6 7 3 + 4 7. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതുപോലെ ഫിംഗർ അഡീഷൻ ചോദിക്കാറുണ്ട്. ഇവിടെയുള്ള ഫിംഗേഴ്സ് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ബോക്സിൽ എഴുതി കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പിക്ചർ അഡീഷൻ ചെയ്ത് നോക്കാം. 1 2. ഇവിടെ 2 ഫിഷസ് ആണ് വരുന്നത്. അപ്പൊ ഈ ബോക്സിൽ 2 എന്ന് എഴുതാം. അടുത്തത് എന്താ? 1 ഫിഷ് ഉള്ളൂ അല്ലെ? ഈ ബോക്സിൽ എന്ത് എഴുതണം? 1. ഓക്കെ, ഇപ്പൊ എന്തായി? 2 + 1 എത്രയായിരിക്കും? 1 2 3. കറക്റ്റ് അല്ലേ? 2 ഫിഷസിലേക്ക് 1 ഫിഷ് ആഡ് ചെയ്തപ്പോ നമുക്ക് 3 ഫിഷസ് എന്ന് കിട്ടി. നോക്കിക്കേ, 2 + 1 = 3. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതുപോലെ എക്സാമിന് ഫിംഗർ അഡീഷനും പിക്ചർ അഡീഷനും ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാൻ. മനസ്സിലായോ? മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 7 2 ഇങ്ങനെ 3 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ മിസ്സായ നമ്പേഴ്സ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഫോർവേഡ് കൗണ്ടിങ്ങും ബാക്ക്വേർഡ് കൗണ്ടിങ്ങും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കിക്കേ, 10 സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഫോർവേഡ് കൗണ്ടിങ് ആണോ ബാക്ക്വേർഡ് കൗണ്ടിങ് ആണോ? ബാക്ക്വേർഡ് കൗണ്ടിങ്. അപ്പൊ ഇവിടെ ബാക്ക്വേർഡ് കൗണ്ടിങ്ങിന്റെ നമ്പേഴ്സ് ആണ് മിസ്സായിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. എന്നാ പറഞ്ഞേ, 10 കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്വേർഡ് കൗണ്ടിങ് പഠിച്ചതാണ്. 10 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ 8 7 ഓൾറെഡി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ 7 കഴിഞ്ഞാൽ 6 5 4 3 2 ഓൾറെഡി ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. 2 കഴിഞ്ഞാൽ 1. ഇപ്പൊ നമ്മള് മിസ്സായിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബാക്ക്വേർഡ് കൗണ്ടിങ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, മിസ്സിംഗ് നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഈ സിമ്പിൾസിന്റെ ഭാഗത്തു നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം.
ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മുകളിൽ ബ്രാക്കറ്റിൽ ഗ്രേറ്റർ ദാന്റെയും ലെസ് ദാന്റെയും ഈക്വൽ ടുവിന്റെ സിമ്പിൾസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ, ഇങ്ങനെ കാണുമ്പോഴേ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ നമ്പർ ഈ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാ പിക്ചേഴ്സിന്റെയും താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ഈ ബോക്സിൽ എഴുതി കൊടുക്കണം. ഈ നടുവിൽ വരുന്ന ബോക്സിലാണ് ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഈക്വൽ ടുവിന്റെ ഒക്കെ സിമ്പിൾസ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായോ? പിക്ചേഴ്സിന് താഴെ വരുന്ന ബോക്സിൽ ആ പിക്ചർ കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ആണ് എഴുതേണ്ടത്. കണ്ടോ, ഇവിടെയൊക്കെ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ പിക്ചേഴ്സിന് താഴെയും ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ എഴുതേണ്ടത്? ആ പിക്ചർ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ആണ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഈക്വൽ ടു ഒക്കെ എവിടെ എഴുതുക? ഈ പിക്ചേഴ്സിന്റെ നടുവിൽ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയാണ് സിമ്പിൾസ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. അപ്പൊ ഈ ബോക്സിൽ 6 എന്ന് എഴുതാം. നമുക്ക് അടുത്ത് കൗണ്ട് ചെയ്യാം. 1 2 3. നമ്മൾ ഈ ബോക്സിൽ 3 എന്ന നമ്പർ എഴുതണം. നോക്കിക്കേ, 6 3. ഇനി നമ്മള് സിമ്പിൾസ് ആണ് വരച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ക്രോക്കോഡൈല് ബിഗ് നമ്പറിന്റെ നേരെയായിരിക്കും മൗത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഓർക്കുന്നില്ലേ? എന്നാ ഒന്ന് പറഞ്ഞേ. 6 3. ഇതിലേതാണ് ബിഗ് നമ്പർ? 6 അല്ലേ? അപ്പൊ നമ്മുടെ ക്രോക്കോഡൈൽ മൗത്ത് തുറന്നിരിക്കുന്നത് 6 നമ്പറിന്റെ നേരെയായിരിക്കും. അപ്പോ ഇവിടെ ക്രോക്കോഡൈൽ ഇങ്ങനെ മൗത്ത് തുറന്നിരിക്കുന്ന സിമ്പിൾ വരയ്ക്കുക. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് ഇത്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ക്രോക്കോഡൈലിന് ബിഗ് നമ്പർ ആണ് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ ഇവിടെ കൂടുതൽ ഫിഷ് കാണുന്നത് എവിടെയാണ്? ഇവിടെ 6 ഫിഷ് ഉണ്ട്, ഇവിടെ 3 ഫിഷേ ഉള്ളൂ. നമ്മുടെ ക്രോക്കോഡൈലിന് ഒരുപാടാണ് ഇഷ്ടം. അപ്പൊ ഇവിടെ 6 ഫിഷസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്രോക്കോഡൈല് ഈ 6ന് നേരെ വായി ഇങ്ങനെ തുറന്നിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4. അപ്പൊ ഇവിടെ 4 എന്ന് എഴുതി കൊടുക്കണം. 1 2 3 4 5. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതണം. ഇനി നോക്കാം, നമ്മുടെ ക്രോക്കോഡൈലിന് ബിഗ് കഴിക്കാനാണ് ഇഷ്ടം. വലിയ നമ്പർ കഴിക്കാനാണ് നമ്മുടെ ക്രോക്കോഡൈലിന് ഇഷ്ടം. ഇതിലേതാണ് ബിഗ് നമ്പർ? 4 ആണോ 5 ആണോ ബിഗ് നമ്പർ? 5 ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ക്രോക്കോഡൈൽ 5 നമ്പേഴ്സിന് നേരെ വായി തുറന്നിരിക്കും. ഇതാണ് ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. 1 2 3 4. ഇവിടെ 4 ഐസ്ക്രീംസ് ആണ് വരുന്നത്. ഇവിടെയോ 1 2 3 4. ഇവിടെയും 4 ഐസ്ക്രീംസ് ആണ് വരുന്നത്. 4 4. സെയിം നമ്പേഴ്സ് കാണുമ്പോൾ നമ്മുടെ ക്രോക്കോഡൈല് കൺഫ്യൂഷൻ ആവും. അപ്പൊ അത് വായ ഇങ്ങനെ അടച്ചിരിക്കും. ഈക്വൽ ടു സിമ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ക്രോക്കോഡൈലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല. മനസ്സിലായോ? ആദ്യം നിങ്ങൾ ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ആ പിക്ചേഴ്സിന്റെ നമ്പേഴ്സ് എഴുതണം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. പിക്ചേഴ്സ് കൗണ്ട് ചെയ്യുക, ആ കൗണ്ടിങ് നമ്പർ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് നടുവില് ബോക്സസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ സിമ്പിൾസ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ നമ്പേഴ്സ് നോക്കുക. നമ്മുടെ ക്രോക്കോഡൈലിന് ബിഗ് നമ്പർ ആണ് ഇഷ്ടം. അത് ബിഗ് നമ്പറിന് നേരെ വായി ഇങ്ങനെ തുറന്നിരിക്കും. പിന്നെ സെയിം നമ്പേഴ്സ് ആണെങ്കിലോ ക്രോക്കോഡൈല് മൗത്ത് അടച്ചിരിക്കും, വായ ഇങ്ങനെ അടച്ചിരിക്കും. അപ്പോ ഈക്വൽ ടു സിമ്പിൾ അവിടെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്സ് എക്സാമിന് പഠിച്ചിരിക്കണം. എന്തൊക്കെ പഠിക്കണം? പിക്ചേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കണം. പിക്ചേഴ്സ് തന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്പേഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്നും ബിഗ്ഗസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും സർക്കിൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതും പഠിച്ചിരിക്കണം. പിന്നെ നമ്പേഴ്സ് നെയിംസ് കൊടുത്തിട്ട് അതിന്റെ നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 20 വരെയുള്ള നമ്പേഴ്സ് നെയിംസിന്റെ നമ്പേഴ്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ബാക്ക്വേർഡ് കൗണ്ടിങ്ങിലെ മിസ്സിംഗ് നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്വേർഡ് കൗണ്ടിങ്, അതായത് ഡിസെൻഡിങ് ഓർഡർ, അതിന്റെ നമ്പേഴ്സ് നിങ്ങൾ കറക്റ്റിന് എഴുതി പഠിച്ചിരിക്കണം. മിസ്സിംഗ് നമ്പേഴ്സ് അതിൽ നിന്നും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് പിക്ചർ അഡീഷനും ഫിംഗർ അഡീഷനും. അത് എളുപ്പമാണ്, നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യണേ.
പിന്നെ ചോദിക്കുന്നതാണ് എന്ത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. അത് നമ്മുടെ ക്രൊക്കോഡൈലിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മാത്സ് എക്സാമിന് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Like and subscribe.